ഹായ്, ഇന്ന് അക്കുമോളുടെ ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 1. ഗാന്ധിജിയും അക്കുവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. തലേ ദിവസം പിറ്റേ ദിവസമാണ് അവരുടെ ബർത്ത്ഡേ വരുന്നത്. അതുകൊണ്ട് അക്കുവിന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ വിഷ് ചെയ്യാൻ മറക്കാറില്ല. എല്ലാവർക്കും നല്ല ഓർമ്മയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നേ അക്കു പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്ക് പാർട്ടി വെയർ ഒന്നും തയ്ക്കണ്ട, ഗൗണോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തയ്ക്കരുത് പ്ലീസ്, ഞാനതൊന്നും ഇടില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു സിമ്പിൾ ഫ്രോക്ക് തയ്ച്ചോളാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ഇത് മുന്നേ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഓർഗൻസയുടെ. കുറേ നാളായി ആ ട്രെൻഡ് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന മെറ്റീരിയൽ, അത് ഇതുവരെ തയ്ച്ചില്ല. അപ്പം അതുകൊണ്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് തയ്ച്ചതാണ്. കളറൊക്കെ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇപ്രാവശ്യം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളങ്ങനെ ഫ്രണ്ട്സിന് അക്കുമോളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാണ് കേക്ക് കട്ടിങ്ങും എല്ലാ സെലിബ്രേഷനും ഉണ്ടാവാറ്. ഇപ്രാവശ്യം അങ്ങനെ ഫ്രണ്ട്സ് വന്നിട്ടുള്ള സെലിബ്രേഷനൊന്നും ഉണ്ടായില്ല. നമ്മൾ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ വീട്ടിൽ രാവിലത്തെ കേക്ക് കട്ടിങ്ങും അത് കഴിഞ്ഞിട്ട് ഫുഡ് നമ്മൾ വെളിയിലാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം 12 വയസ്സായി അക്കുമോൾക്ക്. എനിക്ക് ലേബർ റൂമിൽ കയറിയതും ഇറങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് കേട്ടോ. ഇത് അക്കുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ പിക്കാണ്. ഇപ്പം 12 വയസ്സായി. അടുത്ത വർഷം ടീനേജിലേക്ക് കയറാറായി. അപ്പം അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങളുടെ ബർത്ത്ഡേ, എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഫുഡ് പുറത്തുപോയി കഴിക്കും. ഇവരുടെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സൊക്കെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ സമയം, ഇവിടെ 10 ദിവസം മുടക്കുണ്ടല്ലോ ഈ പൂജയുടെ ഹോളിഡേയ്സിന്. അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര പഠിപ്പീരാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ബർത്ത്ഡേ ഉണ്ടായവരാരും സെലിബ്രേറ്റ് ചെയ്തില്ല. എക്സാമിൻ്റെ തിരക്കാന്ന് പറഞ്ഞിട്ട് സെലിബ്രേഷനൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ കുട്ടികളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇവരുടെ സെലിബ്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി 8 മണി 9 മണിക്കായിട്ട് പോവുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കും ടൈം, വീക്ക് ഡേയ്സിലല്ലേ ബർത്ത്ഡേ വന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ഓക്കെ, ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കേണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും ഡെസ്റ്റിനേഷൻ ബാർബിക്യൂ ആണ്. ഇപ്രാവശ്യം നമ്മൾ കൂൾ ബാർബിക്യൂലാണ് പോയത് കേട്ടോ. ഫുഡൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബാർബിക്യൂനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് അവിടെ കുറേ ഡെസേർട്ടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ബാർബിക്യൂ ഒന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഇങ്ങനത്തെ ഐസ്ക്രീം അമ്മാളൂന് വേണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തതാട്ടോ. ടേസ്റ്റ് നമ്മുടെ സാധാരണ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് മുന്നോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ ആയിരുന്നു. ആ ഒരു ഫ്ലേവറാണ് മേടിച്ചത്. അതുകൊണ്ട് വേറെ പല ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു. സ്ട്രോബെറി വാനിലയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഗ്രീൻ ആപ്പിളാണ് മേടിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കൊട്ടുംപാട്ടും ഉണ്ടാവുക എല്ലാ തവണയും. ഇപ്രാവശ്യം എന്ത് ഭാഷ എന്ന് പോലും മനസ്സിലായില്ല. കൊള്ളുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് ഇവിടെ മറ്റേ കോട്ടൺ ക്യാൻഡി, അപ്പോൾ അമ്മാളിന് കോട്ടൺ ക്യാൻഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് കൊടുക്കാറില്ല, അത്ര ഹെൽത്തി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പൊടിയും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇത് ഉള്ളിലല്ലേ അമ്മ, അങ്ങനെ ഡസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇത് ഇവിടെ നിന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിങ്. അപ്പോൾ പിന്നെ വെറും ഷുഗറാണ്, പക്ഷെ അത് ചെയ്തെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അതും കൂടെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അത്രയാണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, അക്കുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമായിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.